കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച 5 ലക്ഷം രൂപ ഇൻഷുറൻസ് ആയിട്ട് പ്രതിവർഷം ലഭിക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡിന്റെ പുതിയ രജിസ്ട്രേഷൻ നമ്മളുടെ കേരളത്തിലും ആരംഭിച്ചിരിക്കുകയാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കെല്ലാം ഇതിലേക്ക് രജിസ്ട്രേഷൻ നിർവഹിക്കുന്നതിന് സാധിക്കും. അതും റേഷൻ കാർഡ് വ്യത്യാസമില്ലാതെയാണ്. അതും സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും തന്നെ കൃത്യമായിട്ട് പരിഗണിക്കാതെ എല്ലാവർക്കും 70 വയസ്സും അതിനു മുകളിലും പ്രായമുള്ള എല്ലാവർക്കും ഇപ്പോൾ രജിസ്ട്രേഷനുള്ള സൗകര്യമുണ്ട്. നമ്മളുടെ സമീപമുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ എന്നിവയിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അതും ഗുണഭോക്താവ് നേരിട്ട് എത്തിച്ചേരണം. കാരണം ഫോട്ടോ എടുക്കൽ പ്രക്രിയ ഉൾപ്പെടെയുണ്ട്. അതുകൊണ്ട് മാത്രമല്ല, ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും അത് കൃത്യമായിട്ട് കയ്യിൽ കരുതുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളുടെ എല്ലാ വിവരങ്ങളും, പേഴ്സണൽ ഇൻഫർമേഷൻ കൃത്യമായിട്ട് കൊടുക്കേണ്ടതുണ്ട് വെബ്സൈറ്റിലേക്ക്. ഈ രേഖകൾ കൃത്യമാണ് എങ്കിൽ, അതോടൊപ്പം തന്നെ ജനന വർഷം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൃത്യമാണ് എങ്കിൽ, ആധാറുമായിട്ട് ഇതെല്ലാം പൊരുത്തപ്പെടുന്നുണ്ട് എങ്കിൽ നമുക്ക് ആ ഒരു സമയം തന്നെ വേരിഫിക്കേഷൻ്റെയും രജിസ്ട്രേഷൻ്റെയും പ്രക്രിയയ്ക്കെല്ലാം ശേഷം കാർഡ് കൂടി അവിടെ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടിയുള്ള അവസരമുണ്ടായിരിക്കും. 5 ലക്ഷം രൂപയാണ് ആ വ്യക്തിക്ക് ലഭിക്കുന്നത്. അത് മാത്രമല്ല, ഇനി ഭാവിയിൽ വിവിധ സർക്കാർ ആശുപത്രികളിലും സ്വകാര്യ ആശുപത്രികളിലുമെല്ലാം ഇവർക്ക് സൗജന്യ ചികിത്സയാണ് സർക്കാർ ഉറപ്പ് പറയുന്നത്. നിലവിൽ നമ്മുടെ സംസ്ഥാനത്ത് എത്രത്തോളം സ്വകാര്യ ആശുപത്രികൾ അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രികൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ വളരെ ചുരുങ്ങിയ അളവിൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുമാത്രമല്ല, 70 വയസ്സ് കഴിഞ്ഞ് ഇപ്പോൾ കാർഡ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സൗജന്യ ചികിത്സ ലഭ്യമാവില്ല. അതിനുള്ള നിർദ്ദേശങ്ങൾ നമ്മുടെ സംസ്ഥാനത്തെ ഹോസ്പിറ്റലുകൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതുമാത്രമല്ല, ഇപ്പോൾ കുടിശ്ശിക കൂടി പല ഹോസ്പിറ്റലിലും കൊടുത്തു തീർക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് പല ആശുപത്രികളും റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിലവിൽ ഈ കാർഡ് സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ഈ ചികിത്സ നൽകുന്ന ആശുപത്രികളുടെ ലിസ്റ്റ് അറിയുന്നതിന് വേണ്ടി നമ്മളുടെ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൃത്യമായിട്ട് ഒരു ലിങ്ക് നമ്മൾ കൊടുത്തേക്കാം. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കൃത്യമായിട്ട് നമ്മളുടെ ജില്ലയുണ്ടാകും. ആ ജില്ലയിലെ സ്വകാര്യ ആശുപത്രിയും അതോടൊപ്പം തന്നെ സർക്കാർ ആശുപത്രിയും വേർതിരിച്ച് തന്നെ 2 ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്ത് ആശുപത്രിയുടെ വിവരങ്ങൾ മനസ്സിലാക്കുക. ആ ആശുപത്രിയിലെ ഹെൽപ്പ് ലൈൻ നമ്പർ കൂടി കാണാൻ സാധിക്കും. നമ്പറിൽ വിളിച്ച് അന്വേഷിക്കുക, നിലവിൽ ഈ കാർഡ് ഇപ്പോൾ ഇവിടെ സ്വീകരിക്കുന്നുണ്ടോ. കുടിശ്ശികയുള്ളതുകൊണ്ട് പല ഹോസ്പിറ്റലും പിന്തിരിഞ്ഞ സാഹചര്യത്തിലാണ് ഈ ഒരു അറിയിപ്പ് കൂടി നമ്മൾ നൽകുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ പരിഹരിച്ച് കുടിശ്ശിക ഉൾപ്പെടെയുള്ളവ ആശുപത്രികൾക്ക് നൽകി വീണ്ടും സൗജന്യ ചികിത്സ അത് കൂടുതൽ കാര്യക്ഷമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുമെന്നാണ് സർക്കാർ അറിയിച്ചിട്ടുള്ളത്. ഇന്നും 100 കോടിയോളം രൂപ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് ഈ ആയുഷ്മാൻ ഭാരത് വയോവന്ദന കാർഡ് 70 വയസ്സിന് മുകളിലുള്ളവർക്ക് ലഭിക്കുമ്പോൾ ഇത് നമ്മുടെ സംസ്ഥാനത്തെ കാരുണ്യ പദ്ധതിയുമായിട്ട് സഹകരിച്ചാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മുടെ സംസ്ഥാനത്തെ 60 വയസ്സിനൊക്കെ മുകളിൽ പ്രായമുള്ളവർ, അങ്ങനെയുള്ളവർക്ക് പഴയ കാർഡ് ഉണ്ടെങ്കിൽ, അതായത് ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ, അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതിയിൽ അവരംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ചികിത്സാ സഹായം നിലവിൽ ലഭിക്കുന്നതാണ്. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിനി വ്യക്തിഗത കാർഡുകളായിരിക്കും ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആ പ്രായത്തിൽ താഴെയുള്ളവർ ശ്രദ്ധിക്കേണ്ടത്, നിലവിൽ അവർക്ക് ആരോഗ്യ ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഉണ്ടെങ്കിൽ, ഇത്തരത്തിൽ PMJAY ജൻ ആരോഗ്യ യോജന കാർഡ് ഉണ്ടെങ്കിൽ, അതല്ല കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ കാസ്പിൽ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ഈ പറയുന്ന ഹോസ്പിറ്റലിലെല്ലാം തന്നെ ചികിത്സ തുടർന്നും ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നിലവിൽ 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് പ്രധാനമന്ത്രിയുടെ ഈ ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ഉൾപ്പെട്ട പുതിയ കാർഡ് കരസ്ഥമാക്കുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത്. എല്ലാവരിലേക്കും അറിയിപ്പ് എത്തിക്കുക. ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.